ഇന്ന് ഈസി ആയിട്ട് പനീർ പോപ്കോൺസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ പോപ്കോൺസും പൊട്ടറ്റോ പോപ്കോൺസൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പനീർ വെച്ച് നമുക്കിന്ന് പോപ്കോൺ ഉണ്ടാക്കാം. അതിനാദ്യം പനീർ ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ വേണ്ട പൊടികൾ മിക്സ് ചെയ്യാം. നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ചാട്ട് മസാല ചേർക്കാം. അതിലേക്ക് നമുക്കിനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ്, കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കാം. ഇനി നമുക്കൊരു ഹാഫ് ലെമണും ഒഴിക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് പനീർ ആഡ് ചെയ്യാം. പനീർ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ പനീർ ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഇത് പനീർ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ട പൊടികൾ എടുക്കാം. അതിന് 2 സ്പൂൺ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദയല്ല, ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പും വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഉപ്പിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സും കൂടെ വേണം അതിൻ്റെ ഔട്ടർ കോട്ടിംഗ് ആയിട്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് കൈ വെച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ പോപ്കോൺ ഈ ക്രസ്റ്റോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പനീർ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഇങ്ങനെ പനീർ പോപ്കോൺ ആക്കി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യണതിനെ നോക്കാം. ആദ്യം ഒരു പനീർ എടുക്കാം. പനീർ എന്നിട്ട് ആദ്യം ഈ ഗോതമ്പ് മിക്സിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കോൺഫ്ലേക്സിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. നമുക്കെല്ലാനും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ പോപ്കോൺസ് എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടുണ്ട് എല്ലാനും. നമുക്കിത് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ പനീർ പോപ്കോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.